ബോധസമിതി ഇസ്കോൺ ഗുരുവായൂർ സെന്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് നാമഘട്ടങ്ങളുണ്ട്. ആ നാമഘട്ടങ്ങളിൽ ഒന്നാണ് അയ്യന്തോളിൽ പ്രവർത്തിച്ചു വരുന്ന ഹരേ കൃഷ്ണ സത്സംഗ് നാമഘട്ട. ആ നാമഘട്ടയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സന്തോഷ് പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മംഗളപ്രദ ഈശാനി ദേവിദാസി മാതാജിയും കൂടി ഭക്തിയുത ഭഗവത് സേവനത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള സേവനം നടത്തിക്കൊണ്ടു വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം തുടങ്ങി ഇവിടെ വലിയ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തണം എന്നുള്ള സതുദ്ദേശത്തിൻ്റെ ഭാഗമായി ആ പ്രോഗ്രാം കഴിഞ്ഞ വർഷം നടന്നു. അതിനെ തുടർന്ന് ഇനി എല്ലാ വർഷവും തന്നെ ഇവിടെ ഇത് സംഘടിപ്പിക്കണം. കൂടുതൽ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം കൂടുതൽ ജനങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കുടുംബങ്ങളിൽ വലിയ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഇസ്കോണിൻ്റെ SIDC അംഗവും ഇസ്കോൺ തിരുവനന്തപുരം ടെമ്പിൾ പ്രസിഡന്റും ബ്രഹ്മചാരിയും കൂടിയായിട്ടുള്ള ഡോക്ടർ ജഗത്സാക്ഷിദാസ് പ്രഭുവിനെ ഇവിടെ ഇരിക്കുന്ന ആരുടെ അടുത്തും അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും സുപരിചിതരാണ്. എന്നിരുന്നാലും തന്നെ നമ്മൾ അതിൻ്റെ ഔദ്യോഗികപരമായ ചിട്ടകൾ വേണം എന്നുള്ളത് കൊണ്ട് പ്രഭുവിനെ നമ്മുടെ ഹരേ കൃഷ്ണ സത്സംഗ് അയ്യന്തോളിൻ്റെ പേരിലും ഈ പ്രോഗ്രാം ഇത്ര വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വടക്കേപ്പുരയ്ക്കൽ പ്രഭുവിൻ്റെ സന്തോഷ് പ്രഭുവിൻ്റെ തറവാട്ടുകാർ, അമ്മ, അളിയൻ, സഹോദരിമാർ, അവരുടെ ബന്ധുമിത്രാദികൾ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടുകൂടി, വളരെ എളിമയോടുകൂടി പ്രഭുവിനെ ഈ പൊതു ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അടുത്തതായിട്ട് പ്രഭുവിനെ ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി രംഗചൈതന്യ സിദ്ധ ഗൗരംഗദാസ് പ്രഭുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രഭുവിനെ ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭുവിൻ്റെയും മാതാജിയുടെയും അതുപോലെ തന്നെ പ്രഭു സന്തോഷ് പ്രഭുവിനെ ബൊക്ക കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ ഹരേ കൃഷ്ണ അയ്യന്തോൾ നാമഘട്ടയുടെയും സന്തോഷ് പ്രഭു വടക്കേപ്പുരയ്ക്കൽ അവരുടെ കുടുംബക്കാരുടെയും ക്ഷണം സ്വീകരിച്ച് എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ജഗത്സാക്ഷിദാസ് പ്രഭുവിൻ്റെ ക്ലാസ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് എല്ലാവരും ഈ ചക്കപ്പഴത്തിൽ ഈച്ച വരുന്നത് പോലെയാണ് ഈ പ്രഭുവിൻ്റെ ക്ലാസ് കേൾക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജഗത്സാക്ഷിദാസ് പ്രഭുവിൻ്റെ വരദാനമാണ് ഈ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്തൊരു വരദാനമാണ്. ഒരു ജനകീയ പ്രീച്ചർ. നമ്മളൊക്കെ പ്രീച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ കൂട്ടുവായി കിട്ടങ്ങോട്ട് പോകും. പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കാൻ, ഇമ്പമായിരിക്കാൻ ആ കഴിവ് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി വിവിധ ദേശങ്ങൾ, വിവിധ നാമഘട്ടങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും വളരെ നേരത്തെ തന്നെ പ്രയാസങ്ങൾ മാറ്റിവെച്ച് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ഹരേ കൃഷ്ണ സത്സംഗ് അയ്യന്തോൾ നാമഘട്ടയ്ക്ക് വേണ്ടിയും ഈ വടക്കേപ്പുരയ്ക്കൽ തറവാട്ടുകാർക്ക് വേണ്ടിയും വളരെ സ്നേഹത്തോടു കൂടി ഹാർദമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് ദീക്ഷയെടുത്ത ഭക്തന്മാരുണ്ട്, ദീക്ഷ എടുക്കാത്തവരുണ്ട്, കുരാശ്രയം എടുത്തവരുണ്ട്, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൊക്കെ ഉള്ളവരുണ്ട്. നമ്മൾ ഭംഗിയായിട്ട് എല്ലാവർക്കും ദർശിക്കാൻ കഴിഞ്ഞു. ഭഗവാന്റെ അഭിഷേകം ദർശിക്കാൻ കഴിഞ്ഞു. ആ അഭിഷേകമുണ്ട്. അത് പ്രഭുവിൻ്റെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം നല്ല വിഭവസമൃദ്ധമായ ഒരു പ്രസാദം, മഹാപ്രസാദം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഈ സ്റ്റേജ് വിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. അതുവരെ എല്ലാവരുടെയും മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. എല്ലാവരും നോക്കാം. എന്താണ് OTP? എല്ലാവരും സൈലന്റ് മൂഡിലുണ്ടാവും. കാരണം ഒരാൾ ഒരുപക്ഷെ മൊബൈൽ ഫോൺ കോൾ വന്നാൽ പ്രഭു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്കിന് തടസ്സം നമ്മളായിട്ട് സൃഷ്ടിക്കരുത്. എല്ലാവരും 1 മിനിറ്റ് കൊണ്ട് വളരെ റിക്വസ്റ്റാണ്, എല്ലാവരും മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് മൂഡിലിടാം. ഹരേ കൃഷ്ണ. പ്രഭുവിനെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രഭു ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അപ്പോൾ പ്രഭുവിനെ വളരെ സ്നേഹത്തോടു കൂടി പ്രഭുവിനെ വ്യാസപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ.